ഹലോ മൈ ഡിയർ ട്വന്റീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? CBSE എക്സാമിനേഷന്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ടേം 1ന്റെ എൻഡിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷനും നമ്മളൊന്ന് മാറ്റി പിടിക്കണം. അപ്പൊ ഇനി ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെറിവേഷൻസ് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതുപോലെ ഒന്നും പഠിക്കണം എന്നില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ഫോർമാറ്റിൽ, അതായത് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തുതരാം. അതുപോലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഫോർമുലാസും യൂണിറ്റ്സും എല്ലാം എല്ലാവരും നല്ല തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് സാമ്പിൾസും കൂടെ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി നമുക്ക് എല്ലാവർക്കും പഠിച്ചു തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അധികം സമയം കളയണ്ട, നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിനിൽ ഉൾപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് വെക്ടേഴ്സിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് സ്കേലാർ എന്ന് പറയുന്നത്? ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർ ഓൺലി മാഗ്നിറ്റ്യൂഡ് ഫോർ ദിയർ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ. ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, ഇതെല്ലാം സ്കേലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എക്സാമ്പിൾ അറിയാം എന്ന് എനിക്കറിയാം കേട്ടോ. ഇനി വെക്ടേഴ്സ് എന്താണ് നമ്മൾ പഠിച്ചു? എന്താണ്? ദോസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിക്വയർസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ആവശ്യമുള്ള ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ, ഇതുപോലെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വെക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് വെക്ടേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കൺസെപ്റ്റ് ആദ്യം പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്നുള്ളത് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന വെക്ടറിന്റെ പേരാണ് സീറോ വെക്ടർ. സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ അതിന്റെ പേരാണ് സീറോ വെക്ടർ എന്നുള്ളത്. എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് 0 is called സീറോ വെക്ടർ. സീറോ വെക്ടറിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതാണ് നൾ വെക്ടർ എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന വെക്ടറിന്റെ പേരാണ് യൂണിറ്റ് വെക്ടർ. അതിലും വേർഡിൽ തന്നെ മീനിങ് ഉണ്ട്. യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റി, അതായത് 1. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആവുമ്പോഴാണ് നമുക്ക് അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ മാർക്ക് കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വെക്ടർ എ എന്നാണ് അത് വായിക്കേണ്ടത്. അതേസമയം യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ക്യാപ്പ് സിമ്പിൾ ആണ് കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെ എ ക്യാപ്പ് എന്നാണ് ഇത് വായിക്കുക. ഇതിന്റെ അർത്ഥം എ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ് എന്നുള്ളതാണ്. നോർമലി നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ലെറ്ററിന്റെ മുകളിൽ ആരോ മാർക്ക് ആണ്. അതേസമയം യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ലെറ്ററിന്റെ മുകളിൽ നമ്മളൊരു ക്യാപ്പ് സിമ്പിൾ ആണ് കൊടുക്കാറുള്ളത്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ഇറ്റ് ഈസ് വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. യൂണിറ്റ് വെക്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 സ്പെഷ്യൽ യൂണിറ്റ് വെക്ടേഴ്സ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് വെക്ടർ ഐ ക്യാപ്, ജെ ക്യാപ് ആൻഡ് കെ ക്യാപ്. വായിക്കുന്നത് ഇങ്ങനെയാണ്: യൂണിറ്റ് വെക്ടേഴ്സ് ഐ, ജെ ആൻഡ് കെ. നമ്മൾ വെക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസിനാണ് അല്ലെ. ഏതൊരു ഡയറക്ഷനും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണ്. അതായത് ഇഫ് വി സേ ദാറ്റ് വൺ ഒബ്ജക്ട് ഇസ് മൂവിങ് അലോങ് ദ എക്സ് ആക്സിസ്, വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഡയറക്ഷൻ എന്നുള്ളത് അല്ലെ. അതുപോലെ വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ യൂണിറ്റ് വെക്ടേഴ്സിൽ നമ്മൾ 3 സ്പെഷ്യൽ യൂണിറ്റ് വെക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. ആരൊക്കെയാണത്? ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ഐ, ജെ, കെ എന്നുള്ളത് സ്മോൾ ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുക. കൂടാതെ അതിന്റെ മുകളിൽ ഒരു ക്യാപ് സിമ്പിൾ ഇടും. ഈ ഐ ക്യാപ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഐ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം അതിന്റെ പേര് യൂണിറ്റ് വെക്ടർ എന്നാണ് അല്ലെ. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. അപ്പൊ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഇസ് 1, direction is along the x-axis. J cap എന്ന് പറഞ്ഞാലോ, it is a vector whose magnitude is 1, ഡയറക്ഷൻ എന്ന് പറയുന്നത് along the y-axis. K cap എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ തന്നെയാണ്, which means magnitude 1 ആണ്,
ഡയറക്ഷൻ എന്ന് പറയുന്നത് Z ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നൾ വെക്ടർ എന്താണ്, സീറോ വെക്ടർ എന്താണെന്ന് മനസ്സിലായി. അടുത്ത കാറ്റഗറി ആയിരുന്നു യൂണിറ്റ് വെക്ടർ. ഏതൊരു വെക്ടറിന്റെയും യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വെക്ടർ ആണ് ഈക്വൽ വെക്ടേഴ്സ്. അവിടെയും വേർഡിൽ മീനിങ് ഉണ്ട്. ഈക്വൽ വെക്ടേഴ്സ് നമുക്ക് എപ്പോഴാണ് വിളിക്കാൻ പറ്റുന്നത്? ഒരു പെയർ ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സ് ഉണ്ട്, അവയുടെ എല്ലാം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആയാൽ നമുക്ക് ഈക്വൽ വെക്ടർ എന്ന് വിളിക്കാൻ പറ്റില്ല. സി, ഇതെല്ലാം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പൊ ഒരു വെക്ടർ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ക്യാൻ വി കോൾ ഇറ്റ് ഈക്വൽ വെക്ടേഴ്സ്? നോ. മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയ പോരാ, അവ സെയിം ഡയറക്ഷനിലും ആക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവയെ എന്ത് വിളിക്കാൻ പറ്റുന്നത്? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാനിവിടെ രണ്ട് വെക്ടേഴ്സ് ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ഇതാണ് രണ്ട് വെക്ടേഴ്സ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണം, ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ ഒരേ ഡയറക്ഷനിലോട്ടാണ് ആരോ മാർക്ക് പോയിന്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഈക്വൽ വെക്ടേഴ്സ് ആർ ദോസ് വെക്ടേഴ്സ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ ദ സെയിം. ഇനി അടുത്ത നാലാമത്തെ കാറ്റഗറി ഓഫ് വെക്ടർ ആണ് നെഗറ്റീവ് വെക്ടർ. എപ്പോഴാണ് നമുക്കൊരു വെക്ടറിനെ നെഗറ്റീവ് ഓഫ് അനദർ വെക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്നത്? രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അതിൽ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഒരു വെക്ടർ ഇങ്ങനെ വരുന്നു, അടുത്ത വെക്ടർ ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ഈ ലെങ്ത് നോക്കുമ്പോൾ സെയിം തന്നെയാണ് വരുന്നത്, പക്ഷെ ഡയറക്ഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എയും ബിയും, വെക്ടർ എയും ബിയും രണ്ടിനും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്ടർ എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ ബി എന്ന് എഴുതാം. അതായത് നെഗറ്റീവ് വെക്ടർ എന്ന് അവയെ വിളിക്കാൻ പറ്റും. അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് വെക്ടർ ആണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അവിടെയും വേർഡിന് നമുക്ക് മീനിങ് കിട്ടും. കോ ഇനീഷ്യൽ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സ്, അവയ്ക്കെല്ലാം ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഡയറക്ഷൻ ഏത് വഴിക്ക് ആയിക്കോട്ടെ, മാഗ്നിറ്റ്യൂഡ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, കോമൺ ഇനീഷ്യൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു വെക്ടർ ഇങ്ങോട്ട് പോയി, മറ്റൊരു വലിയ വെക്ടർ ഇങ്ങോട്ട് പോയി, വേറൊരു വെക്ടർ ഇങ്ങോട്ട് പോയി. ഇതിനെ ഞാൻ വെക്ടർ എ എന്ന് വിളിക്കുന്നു, ഇതിനെ വെക്ടർ ബി എന്ന് വിളിക്കുന്നു, ഇതിനെ വെക്ടർ സി എന്ന് വിളിക്കുന്നു. വെക്ടർ എന്ന് എഴുതുമ്പോൾ എപ്പോഴും ആരോ മാർക്ക് ഇടാൻ മറക്കരുത്. ഓക്കെ, ഈ എ ബി സി എന്ന് പറയുന്ന വെക്ടേഴ്സിനെ എനിക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് എന്ത്? കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അപ്പൊ 5 ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്ടർ ആൾജിബ്ര. നമ്മൾ നോർമൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊന്നും നമുക്ക് വെക്ടേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വെക്ടേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും വെക്ടേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് റൂൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ലോ ഓഫ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയും. രണ്ടാമത്തേത് ലോ ഓഫ് പാരലോഗ്രാം അല്ലെങ്കിൽ അതിനെ നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് വിളിക്കാം. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഓഫ് ടു വെക്ടേഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയും, ഇത് സെയിം തന്നെ ആയിരിക്കും. ഇപ്പോ ട്രയാങ്കുലർ ലോയും പാരലോഗ്രാം ലോയും നമ്മൾ ഉപയോഗിക്കുന്നത് ജോമെട്രിക് മെത്തേഡാണ്. ജോമെട്രിക് മെത്തേഡ് എന്ന് വെച്ചാൽ ഡയഗ്രം വരച്ചുകൊണ്ട് നമുക്ക് റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് രണ്ട് വെക്ടേഴ്സിനെ ഇപ്പോൾ സം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് വേണം അല്ലെ. പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അവയെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പി ആൻഡ് ക്യൂവിനെ, നമ്മുടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പി ആൻഡ് ക്യൂവിനെ ട്രയാങ്കിളിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പി എന്ന് പറയുന്നത് ഈ സൈഡാണ്, ക്യൂ എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഈ ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവയെ ഒരേ ഓർഡറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരേ ഓർഡർ എന്ന് വെച്ചാൽ പിയുടെ ഇതിനെയാണ് നമ്മൾ ടെയിൽ എന്ന് വിളിക്കുന്നത്, ഈ ആരോ ഉള്ള പോയിന്റിനെയാണ് ഹെഡ് എന്ന് വിളിക്കുന്നത്. ടെയിൽ, ഹെഡ്, ദെൻ ക്യൂവിന്റെ ടെയിൽ, ദെൻ ഹെഡ്. അത് ആ ഒരു ഓർഡറിൽ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആയിട്ട് രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു തേർഡ് സൈഡും കൂടെ വേണം അല്ലെ. തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ വിൽ റെപ്രസെന്റ് റിസൾട്ടന്റ് ഓഫ് ദ വെക്ടർ. ഈ തേർഡ് സൈഡ് വരയ്ക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഓർഡറിൽ വേണം വരയ്ക്കാനായിട്ട്. ഈ പിയും ക്യൂവും വരച്ചപ്പോൾ നമ്മൾ ടെയിൽ, ഹെഡ്, പിന്നെ ഹെഡിൽ നിന്ന് ക്യൂവിന്റെ ടെയിലാണ് വന്നത്.
പക്ഷെ ആർ എന്ന് പറയുന്ന റിസൾട്ടന്റ് വരയ്ക്കുമ്പോൾ പിന്റെ ടെയിലും ആറിന്റെ ടെയിലും കൂട്ടിമുട്ടണം, ക്യൂവിന്റെയും ആറിന്റെയും ഹെഡുകൾ കൂട്ടിമുട്ടണം. അതായത് പി ക്യൂ എന്ന് പറയുന്ന വെക്ടേഴ്സ് എടുത്തത് ഹെഡ് ടു ടെയിൽ ആയിരുന്നു, പക്ഷെ റിസൾട്ടന്റ് വരയ്ക്കുമ്പോൾ ടെയിൽ ടു ടെയിലും ഹെഡ് ടു ഹെഡ് എന്നുള്ള രീതിയിലാണ് റിസൾട്ടന്റ് വെക്ടർ വരയ്ക്കേണ്ടത്. അപ്പൊ ലോ ഓഫ് ട്രയാങ്കിൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇഫ് ടു വെക്ടേഴ്സ് can be represented by the two adjacent sides of a triangle taken in the same order, then the third side of the triangle taken in the opposite order will represent the resultant. അങ്ങനെയാണ് റിസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്. അഡീഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന വെക്ടറിനെയാണ് നമ്മൾ റിസൾട്ടന്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇതാണ് ലോ ഓഫ് ട്രയാങ്കിൾസ്. ഇനി പാരലോഗ്രാം ലോ അനുസരിച്ചാണ് നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പി ക്യൂവിനെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? That should be marked as the, or that should be drawn as the two adjacent sides of a parallelogram. ഒരു പാരലോഗ്രാമിന്റെ രണ്ട് adjacent sides പോലെയാണ് പിനെയും ക്യൂവിനെയും വരയ്ക്കേണ്ടത്. അവിടെ ടെയിലും ടെയിലും ആണ് കൂട്ടിമുട്ടേണ്ടത്. നമ്മൾ ട്രയാങ്കിൾ ലോയിലേക്ക് വരച്ചതുപോലെയല്ല, പി ആൻഡ് ക്യൂ എല്ലാത്തിന്റെയും രണ്ടിന്റെയും ടെയിലാണ് ഒരു സ്ഥലത്ത് നിൽക്കേണ്ടത്. അപ്പൊ രണ്ട് അഡ്ജസന്റ് സൈഡ് വരച്ചു കഴിഞ്ഞാൽ പാരലോഗ്രാമിൽ നമുക്കറിയാം പാരലൽ സൈഡ്സ് പിന്നെ നമുക്ക് വരച്ചു ചേർക്കാവുന്നതാണ്. ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് നമ്മൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്കൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ വരയ്ക്കുമ്പോൾ റിസൾട്ടന്റ് വിൽ ബി റെപ്രസെന്റഡ് ബൈ ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. പാരലോഗ്രാം ലോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം പിന്റെയും ക്യൂവിന്റെയും ആറിന്റെയും എല്ലാത്തിന്റെയും ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോമൺ പോയിന്റിൽ നിന്നാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് എങ്ങനെയാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് സബ്ട്രാക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ്. സബ്ട്രാക്ഷന് പ്രത്യേകിച്ച് വേറെ നിയമാവലികളൊന്നുമില്ല, അഡീഷൻ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് വെക്ടേഴ്സിനെ എനെയും ബിനെയും സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എ എടുത്ത് വെക്കുക, ബിയുടെ നെഗറ്റീവ് വെക്ടറിനെ കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ ബി എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു വെക്ടർ ആണെങ്കിൽ നെഗറ്റീവ് വെക്ടർ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ അതിന് നമുക്ക് മൈനസ് ബി എന്ന് കിട്ടി. അപ്പൊ ഇപ്പൊ നമ്മളുടെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഒന്ന് എയും ഒന്ന് മൈനസ് ബിയും. അതിന് നമ്മൾ ആഡ് ചെയ്താൽ മതി. അതായത് നമുക്ക് അഡീഷൻ ഓഫ് വെക്ടറിന്റെ റൂൾ തന്നെ ഉപയോഗിക്കാം. ഒരു വെക്ടർ ആൻഡ് നെഗറ്റീവ് ഓഫ് ദ സെക്കൻഡ് വെക്ടർ എടുത്തിട്ട് അഡീഷൻ ഓഫ് വെക്ടേഴ്സിന്റെ റൂൾ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? രണ്ട് വെക്ടേഴ്സിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞ് കിട്ടുന്ന വെക്ടറിനെ പറയുന്ന പേരാണ് റിസൾട്ടന്റ് ഓഫ് എ വെക്ടർ എന്നുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ റിയൽ നമ്പർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റിയൽ നമ്പർ എന്നുള്ളതിനെയാണ് ഞാൻ ഇവിടെ ലാംഡ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ലാംഡ എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? മേ ബി നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 21, നമ്പർ 100, അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഒരു റിയൽ നമ്പർ കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു വെക്ടർ തന്നെയായിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി the real number times the magnitude of the original vector. അതായത് ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് നമ്മളുടെ കയ്യിൽ എ, ഇതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? ഒരു വെക്ടർ തന്നെയായിരിക്കും. അതായത് ഈ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡബിൾ ലെങ്ത് ഉള്ള അനദർ വെക്ടർ. അപ്പൊ ഇതാണ് 2 ടൈംസ് എ എന്ന് പറയുന്നത്. അതായത് എയുടെ അതേ ഡയറക്ഷനിൽ, കാരണം 2 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്, അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഒരു വെക്ടറിനെ ഒരു സ്കെയിലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു വെക്ടർ തന്നെയാണ്. അപ്പോൾ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും ആൻസറിന്റെയും ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എത്ര കൊണ്ടാണ്, ഏത് സ്കെയിലാർ നമ്പർ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അതിന്റെ അത്രയും ടൈംസ് എന്ന് വരും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് വെക്ടർ ആൾജിബ്രയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് വരുന്നത്. അതിനു മുന്നേ ആയിട്ട് ഇപ്പൊ നമ്മൾ റിസൾട്ടന്റ് വെക്ടറിനെ ഏത് രീതിയിലാണ് പഠിച്ചത്? ജോമെട്രിക്കൽ മെത്തേഡിലാണ് പഠിച്ചത്. ഒന്നുകിൽ ട്രയാങ്കിളിന്റെ സൈഡായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഇതാണ് നമ്മളുടെ പാരലോഗ്രാം ലോ അല്ലെ. അപ്പൊ ഒന്നുകിൽ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിട്ട് വരയ്ക്കാം. ഈ വരയ്ക്കൽ മാത്രമല്ല, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് കാൽക്കുലേഷൻ വഴിയും കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഫോർമുലയാണ് റിസൾട്ടന്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഓക്കെ, രണ്ട് വെക്ടേഴ്സിന്റെ വാല്യൂസ് നമുക്കറിയാം, പി ആൻഡ് ക്യൂ ആണ്. അവ തമ്മിലുള്ള ആംഗിളും കൂടെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് പി സ്ക്വയർ
പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos θ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വെക്ടേഴ്സിന്റെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി വെക്ടേഴ്സിനെ നമ്മൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് 3 വെക്ടേഴ്സ് ആണ്. ഒന്നാമത്തേത് പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, രണ്ടാമത്തേത് വെലോസിറ്റി വെക്ടർ, മൂന്നാമത്തേത് ആക്സിലറേഷൻ വെക്ടർ. മോഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഈ 3 കാര്യങ്ങളും വെക്ടേഴ്സ് ആണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഞാൻ പറഞ്ഞു ഈ ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന് പറയുന്നതാണ് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ്. ഈ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ടേംസിലാണ് നമുക്ക് പൊസിഷൻ വെക്ടറിനെയും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെയും ഒക്കെ എഴുതാൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് 2 ആക്സിസ് ആണ്, എക്സും വൈയും അല്ലെ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് മോഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സും വൈയും ആക്സിസും മതി. പൊസിഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പി എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യുക എങ്ങനെയായിരിക്കും? 2,5 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ആക്സിസിൽ നിന്ന് 2 പോയിന്റ്സ് അകലെയും വൈ ആക്സിസിൽ നിന്ന് 5 പോയിന്റ് അകലെയുമാണ് ഈ വസ്തുവിന്റെ ഒരു പൊസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് 2,5. അതിൽ എക്സിന്റെ വാല്യൂ ആണ് 2, 5 എന്ന് പറയുന്നത് വൈന്റെ വാല്യൂ ആണ്. ഇത് പൊസിഷൻ. ഇതിനെ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് എനിക്ക് എഴുതാൻ പറ്റുന്നത് 2i ക്യാപ് പ്ലസ് 5j ക്യാപ് എന്നാണ്. ഇത്രയും സിമ്പിൾ ആണ്. നമ്മൾ കോർഡിനേറ്റ് ആക്സിസിൽ പൊസിഷൻ മാർക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ എക്സിന്റെ കൂടെ ഐ ക്യാപ്പും വൈന്റെ കൂടെ ജെ ക്യാപ്പും എഴുതി കഴിഞ്ഞാൽ അതെന്തായി മാറി? പൊസിഷൻ വെക്ടർ ആയിട്ട് മാറി. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വെച്ചാൽ എന്താ? പൊസിഷൻ, ആദ്യത്തെ പൊസിഷൻ ഇവിടെ 2,5 ഇനി കുറച്ച് സമയത്തിന് ശേഷം അതിന്റെ പൊസിഷൻ ഈ ക്യൂ എന്ന് പറയുന്ന പൊസിഷനിലോട്ട് വന്നു. അത് ഫോർ എക്സാമ്പിൾ അത് 3,4 എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തി എന്ന് വിചാരിക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് സംഭവിച്ചിരിക്കുന്നത്? എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 2 - 3, ദാറ്റ് മീൻസ് -1 ആണ്. അതായത് ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ് ഇൻറ്റു ഐ ക്യാപ്. ഇവിടെ 2 - 3 എന്ന് പറയുമ്പോൾ -1 ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ്. ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ വൈയിലുള്ള ഡിഫറൻസ്. 5 - 4 എന്ന് പറയുന്ന 1 ആണ്. അപ്പൊ 1 ജെ ക്യാപ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് പൊസിഷൻ വെക്ടർ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്നുള്ളത്? ഒരു കോർഡിനേറ്റ് ആക്സിസിൽ നമ്മൾ എങ്ങനെയാണോ പൊസിഷനെ മാർക്ക് ചെയ്യുന്നത്, അതില് സാധാരണ നമ്മൾ ഇതുവരെ മാത്സിൽ പഠിച്ചത് എങ്ങനെയായിരുന്നു? പൊസിഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ് കോമ വൈ എന്ന് എഴുതും, 2,3 അല്ലെങ്കിൽ 4,6 എന്നൊക്കെ എഴുതും. ആ 4 എന്ന് പറയുന്നതാണ് എക്സ്. അതിന്റെ കൂടെ ഐ ക്യാപ്പ് എഴുതാം പ്ലസ് വൈയുടെ വാല്യൂന്റെ കൂടെ ജെ ക്യാപ്പ് എന്ന് കൂടെ എഴുതി കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആയി. 2 പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വെക്ടർ ആണ് വെലോസിറ്റി വെക്ടർ. ഇവിടെയും നമ്മൾ മോഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കെ ക്യാപ്പിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കാത്ത കേട്ടോ. കെ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലസ് വി സെഡ് കെ ക്യാപ്പ് എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഈ വെലോസിറ്റി വെക്ടറിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്. ഇവിടെ വി എക്സ് എന്ന് പറയുന്നത് എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, വി വൈ എന്ന് പറയുന്നത് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് എക്സ് കമ്പോണന്റ് കിട്ടി വി എക്സ് ആണ്, വൈ കമ്പോണന്റ് കിട്ടി എന്താണ്? വി വൈ ആണ്. ഈ വി എക്സ് വി വൈ എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ 15 ഐ ക്യാപ് പ്ലസ് 3 ജെ ക്യാപ് എന്നൊക്കെ ആയിരിക്കും എഴുതാം. ഇതിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളൊരു ഫോർമുല ഉപയോഗിക്കും. ഈ ഫോർമുല എല്ലാവരും മനസ്സിൽ വെക്കണം. √(vx² + vy²). 3 ഡയമെൻഷൻ ആണ്. ഇപ്പൊ സെഡും കൂടെ ഉണ്ടെങ്കിൽ ഫോർമുല ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്തായിരിക്കും? √(vx² + vy² + vz² എന്നാവും. അപ്പൊ പൊസിഷൻ വെക്ടർ മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ മനസ്സിലായി, വെലോസിറ്റി വെക്ടർ മനസ്സിലായി. എങ്ങനെയാ വെലോസിറ്റി വെക്ടറിനെ എഴുതാൻ പറ്റുന്നത്? vxi ക്യാപ് പ്ലസ് vyj ക്യാപ്. ഇവിടെ vx എന്ന് പറയുന്നത് എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, vy എന്ന് പറയുന്നത് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിന്റെ കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ നോർമൽ മോഷനിൽ പഠിച്ചിരുന്നു, മോഷനിൽ സ്ട്രേറ്റ് ലൈൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? 2 വസ്തുക്കൾ മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് വൺ വിത്ത് റെസ്പെക്ട് ടു അനദർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു 2 കാർ ഒരു പാരലൽ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നു. ഒരു കാർ മൂവ് ചെയ്യുന്നത് 50 km/h
അടുത്ത കാർ മൂവ് ചെയ്യുന്നത് 70 km/h വിചാരിക്കാം. അപ്പൊ നമ്മള് പരസ്പരം, അതായത് ഒരു കാറിൽ, മൂവിങ് കാറിൽ ഇരുന്നിട്ട് അടുത്ത ട്രാക്കിലുള്ള കാറിനെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ 70 km എന്ന് പറയുന്ന ആ ഒരു സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് എങ്ങനെ കുറച്ച് സ്പീഡിൽ പോകുന്നു എന്നേ തോന്നുള്ളൂ. അതേസമയം ഓപ്പോസിറ്റ് ട്രാക്കിലാണെങ്കിലോ അതിനുള്ള സ്പീഡിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് തോന്നും. അതായത് റിലേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു a മൂവിങ് ഒബ്ജക്റ്റ്. ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ മറ്റൊരു മൂവിങ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്താണ് എന്നുള്ളതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഈ വി എ ബി എന്ന് എഴുതിയിട്ടുള്ള എന്റെ മീനിങ് എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് എ വിത്ത് റെസ്പെക്ട് ടു ബി. അതായത് ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്നുകൊണ്ട് എന്റെ വെലോസിറ്റി ഒബ്സർവ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി എന്നുള്ളതാണ്. അതിന്റെ ഫോർമുല വി എ മൈനസ് വി ബി. നേരെ തിരിച്ചാണെങ്കിലോ വി ബി എന്ന് എഴുതുവാണെങ്കിൽ വി ബി മൈനസ് വി എന്ന് എഴുതാം. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റീസ് എപ്പോഴും നെഗറ്റീവ് വെക്ടേഴ്സ് ആയിരിക്കും. അതായത് ഒരെണ്ണത്തിനോട് മറ്റത് ഈക്വൽ ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രമാണ് ഓപ്പോസിറ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതുമ്പോൾ ഈക്വൽ എന്ന് എഴുതുന്നത്. പക്ഷെ അതേസമയം ഡയറക്ഷൻ കൂടെ വരുമ്പോൾ അത് നെഗറ്റീവ് എന്ന് എഴുതണം. വെലോസിറ്റി മനസ്സിലായി, റിലേറ്റീവ് വെലോസിറ്റി മനസ്സിലായി അല്ലെ? ആക്സിലറേഷൻ ഇത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വി എക്സ് ഐ ക്യാപ് പ്ലസ് വി വൈ ജെ ക്യാപ് എന്ന് വെലോസിറ്റിനെ എഴുതാന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്. ഇവിടെ എ എക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എങ്ങനെയാണ് ആക്സിലറേഷനെ കണ്ടുപിടിക്കാറുള്ളത്? ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എ എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. എ വൈ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ചെയ്തു. അതുപോലെ തന്നെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പൊസിഷൻ വെക്ടർ പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണെന്ന് മനസ്സിലാക്കി, വെലോസിറ്റി വെക്ടർ, റിലേറ്റീവ് വെലോസിറ്റി, ആക്സിലറേഷൻ. ഇനി വരുന്നത് മോഷൻ ഇൻ 2 ഡയമെൻഷണൽ ഫ്രെയിം. പ്രാക്ടിക്കലി ഇപ്പൊ നമ്മൾ മോഷൻ ഇൻ 2 ഡയമെൻഷന് വേണ്ടുന്ന 2 ഡയമെൻഷനിൽ വരുവാണെങ്കിൽ പൊസിഷൻ എങ്ങനെ എഴുതാം, വെലോസിറ്റി എങ്ങനെ എഴുതാം, ആക്സിലറേഷൻ എങ്ങനെ എഴുതാം എന്നൊക്കെ പഠിച്ചു. ഇനി മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് 2 ഡയമെൻഷനിലുള്ള 2 മോഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ, രണ്ടാമത്തേത് പ്രൊജക്ടൈൽ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു വസ്തു സർക്കുലർ പാത്തില് കോൺസ്റ്റന്റ് സ്പീഡിൽ, സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് സ്പീഡ് ആയതുകൊണ്ടാണ് യൂണിഫോം എന്നുള്ളൊരു വാക്ക് അവിടെ വന്നിട്ടുള്ളത്. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. കാരണം ഏതൊരു വസ്തുവും ഒരു സർക്കിളിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഓരോ സമയത്തും അതിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വിച്ച് മീൻസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ there will be an acceleration അല്ലെ? അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് കീപ് ഓൺ ചേഞ്ചിങ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് an accelerated motion. സർക്കുലർ മോഷനിൽ നമ്മൾ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി പഠിക്കുന്നത് പോലെ പഠിക്കുന്ന മറ്റൊരു ടേം ആണ് ആംഗുലാർ വെലോസിറ്റി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ആണ് ഒമേഗ. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംഗിൾ, അതിന് പറയുന്ന സിമ്പിൾ ആണ് തീറ്റ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് തീറ്റ ഡിവൈഡഡ് ബൈ ടി. ആംഗുലാർ ആക്സിലറേഷൻ അതിന് കൊടുക്കുന്ന സിമ്പിൾ ആൽഫ എന്നുള്ളതാണ്. ആക്സിലറേഷൻ എന്തായിരുന്നു? വെലോസിറ്റി ബൈ ടൈം ആയിരുന്നു അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരുന്നു. അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലോ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പൊ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഇതാണ് ആൽഫ എന്ന് പറയുന്ന ആംഗുലാർ ആക്സിലറേഷൻ. മെരിഗോ റൗണ്ട് ഒരു യൂണിഫോം സർക്കുലർ മോഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഒരു ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. കാരണം വെലോസിറ്റിന്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആക്സിലറേഷൻ ഉണ്ട്. ഏതൊരു വസ്തുവും ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. അപ്പൊ ഒരു വസ്തുവിന് സർക്കുലർ മോഷനിൽ കീപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഫോഴ്സിന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു.
ആക്സിലറേഷന്റെ ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇങ്ങനെയാണ് സർക്കിൾ. വെലോസിറ്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതേസമയം ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെന്ററിലോട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ആ ആക്സിലറേഷൻ ഒരു പ്രത്യേക പേരുണ്ട്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആവശ്യമുള്ള ഫോഴ്സിന്റെ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷന് 3 ഇക്വേഷൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3ഉം പഠിക്കണം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് v² ഡിവൈഡഡ് ബൈ r. രണ്ടാമത്തെ r എന്ന് പറയുന്നത് റേഡിയസ് ആണ് കേട്ടോ. v എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി. അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിന്റെ ടേംസിൽ നമുക്ക് എഴുതാം r⍵². v² ബൈ r, രണ്ടാമത്തെ ഫോർമുല r⍵². ഇതിന്റെ ഒന്നും ഡെറിവേഷൻ നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ അനുസരിച്ച് പഠിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ ഉൾപ്പെടുത്താത്തത് കേട്ടോ. v² ബൈ r എന്ന് പറയുന്ന ഫോർമുല പഠിക്കുക, r⍵² പഠിക്കുക. അതുപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ 4π² r ν² എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഈ ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. 3 ഫോർമുലയുണ്ട്, v² ബൈ r, r⍵², പിന്നെ 4π² r ν² എന്ന് പറയുന്ന ഫോർമുല. ഇതൊക്കെയാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഫോർമുലാസ്. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് മോഷൻ ഇൻ 2-dimensional ഫ്രെയിം. ഏതായിരുന്നു? യൂണിഫോം സർക്കുലർ മോഷൻ. രണ്ടാമത്തേത് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ നമ്മളിങ്ങനെ മുകളിലോട്ടിട്ടു ആ ഒരു രീതിക്ക് പോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ളത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ വരുന്ന സമയത്ത് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മള് എന്താ പറയാ, ജാവലിൻ ത്രോ ഒക്കെ ചെയ്യുന്നത് ഗെയിംസിലൊക്കെ നിങ്ങൾ ചെയ്ത് കാണും, അല്ലെങ്കിൽ ഡിസ്കസ് ത്രോ. അതായത് ഒരു വസ്തുവിനെ നമ്മൾ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഒരു പാരബോളിക് പാത്ത് കവർ ചെയ്തിട്ട് ഇങ്ങനെ അതേ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് തന്നെ തിരിച്ചു വരും. ഈ ടൈപ്പ് ഓഫ് ഒരു ത്രോയിനെയാണ് എന്ത് പറയുന്നത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ദാറ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീയിങ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ്. അതാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ ഇനി വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഈ 3 കാര്യങ്ങളും പഠിച്ചു വെക്കണം. ആദ്യം വെലോസിറ്റി. വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് ഉണ്ട്, കാരണം നമ്മൾ പറഞ്ഞു ഇത് മോഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ്. വെലോസിറ്റിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് u cos തീറ്റയും y കമ്പോണന്റ് എന്ന് പറയുന്നത് u sin തീറ്റയുമാണ്. അതെങ്ങനെ വന്നു എന്ന് ഞാനത് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ഇതാണ് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഇനീഷ്യലി വെലോസിറ്റി അല്ലെ. ഇങ്ങനെ നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ് മാർക്ക് ചെയ്ത ഇത് തീറ്റ എന്ന് വിചാരിക്കാം. അപ്പോൾ വെലോസിറ്റി ഒരു വെക്ടർ ആണ്. വെക്ടറിന്റെ റെസൊല്യൂഷൻ നമ്മൾ പഠിച്ചിരുന്നു. തീറ്റ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ എവിടെയാണോ ആ സൈഡിൽ കോസ് വരണം, തീറ്റ ഇല്ലാത്ത ഭാഗത്ത് സൈൻ വരണം. അപ്പൊ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? u cos തീറ്റ. ഇപ്പുറത്ത് എഴുതാൻ പറ്റുന്നതാണ് u sin തീറ്റ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ux, x component of velocity is u cos തീറ്റ, y component of velocity is u sin തീറ്റ. അപ്പൊ പ്രൊജക്ടൈൽ മോഷന്റെ x and y components of velocity എത്രയാണെന്ന് പഠിച്ചു വെക്കണം. ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ux എന്ന് പറയുന്നത് u cos തീറ്റ, uy എന്ന് പറയുന്നത് u sin തീറ്റ. ഇനി ആക്സിലറേഷന്റെ കമ്പോണൻസ് എത്രയാണെന്ന് ഓർത്ത് വെക്കണം. സി, ഏതൊരു വസ്തുവും ഭൂമിക്ക് മുകളിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് പേരുണ്ടാവുക അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഒരു പ്രത്യേകത അറിയൂ. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്നത്. എപ്പോഴും g എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിൽ ആരില്ല? ആക്സിലറേഷൻ ഇല്ല. ബിക്കോസ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ആകെയുള്ള ഒരേ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിന്റെ ഡയറക്ഷൻ താഴേക്ക്, നേരെ താഴേക്കാണ്, വിച്ച് മീൻസ് ഇൻ ദ y ഡയറക്ഷൻ. അപ്പൊ എക്സ് കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0, y കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് g ആയിരിക്കും. അപ്പോൾ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മനസ്സിലായി, y component of velocity മനസ്സിലായി. അതുപോലെ തന്നെ x component and y component of acceleration എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് പൊസിഷൻസ് ആണ്, x and y values. ഈ പൊസിഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് s = ut plus half at² എന്ന് പറയുന്ന നമ്മുടെ ഫോർമുല ഇല്ലേ, നമ്മൾ മോഷൻ എന്ന സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചത്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഈ x and y, അതായത് പൊസിഷൻ in the x direction and y direction എഴുതുന്നത്. ut plus half at². അപ്പൊ ആദ്യം നമ്മൾ x കമ്പോണന്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? u ന്റെ x കമ്പോണന്റ് എടുക്കണം, a ന്റെ x കമ്പോണന്റ് എടുക്കണം. ടൈം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണ്, വെക്ടർ അല്ല. അപ്പൊ അതിന് x y കമ്പോണൻസ് ഒന്നും ഇല്ല. ഓക്കെ, u ന്റെ x കമ്പോണന്റ് എന്താണ്?
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, യു കോസ് തീറ്റ എന്നായിരുന്നു. അപ്പൊ യു കോസ് തീറ്റ ടി എന്ന് വന്നു, പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ ആണ്. കാരണം എക്സ് കമ്പോണന്റിലല്ലേ നമ്മൾ എഴുതുന്നത്. എ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പൊ രണ്ടാമത്തെ ടേം 0 ആയി പോയത് കൊണ്ടാണ് എക്സിന്റെ വാല്യൂ, അതായത് എക്സ് കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് വന്നത്? യു കോസ് തീറ്റ ടി എന്ന് വന്നത്. മനസ്സിലായല്ലോ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് നമ്മൾ അത് എഴുതുന്നത് കേട്ടോ. ഇനി വൈ കമ്പോണന്റ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? യു വൈന്റെ വാല്യൂ എഴുതണം, അതുപോലെ എ വൈന്റെ വാല്യൂ എഴുതണം. യു വൈന്റെ വാല്യൂ എത്രയാണ്? യു സൈൻ തീറ്റ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ടേം എന്ത് എഴുതി? യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. എ വൈ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വൈന്റെ സാധാരണ ഡയറക്ഷൻ എന്താണ്? ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലെ. പക്ഷെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്തത്? ടുവേർഡ്സ് സെന്റർ, താഴേക്കാണ്. അപ്പൊ താഴേക്കുള്ള വൈ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതാറുണ്ട്. അതുകൊണ്ടാണ് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതിയത്. പിടികിട്ടിയല്ലോ അല്ലെ. അപ്പോ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, y component of velocity, അതുപോലെ x component and y component of acceleration, x and y component of position ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഈ പ്രൊജക്ടൈൽ മോഷനിൽ ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമായിരുന്നു ഇതിന്റെ ഡെറിവേഷൻ പഠിക്കുക എന്നുള്ളത്. പക്ഷെ ഇത്തവണ നമുക്ക് ഡെറിവേഷൻ പഠിക്കേണ്ടതില്ല. നിങ്ങൾ ഈ ഫൈനൽ ആൻസേഴ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസോ MCQs ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്. ഡെറിവേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. പ്രൊജക്ടൈൽ മോഷനെ സംബന്ധിച്ച് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ, അതായത് നമ്മൾ നമ്മൾ കുറേയേറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രൊജക്ടൈല് ഏത് ഷേപ്പിലാണ് അതിന്റെ പാത്ത്? പാരബോളിക് ഷേപ്പ് ആണ്. ഒരു പാരബോളയുടെ ജനറൽ ഇക്വേഷൻ പോലെയാണ് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ. പിന്നെ നമ്മൾ പഠിക്കുന്ന 3 ഇക്വേഷൻസ് ആണ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ പ്രൊജക്ടൈല് ഈ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഗ്രൗണ്ടിൽ എത്തിച്ചേരാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളതാണ്. അത് 2u സൈൻ തീറ്റ ബൈ ജി. ഫോർമുല നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്ത ഫോർമുല മാക്സിമം ഹൈറ്റ്, അതായത് ഈ ഒരു ഹൈറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. അതായത് ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവില്ലേ, ആ ഹൈറ്റ് എത്രയാണെന്നുള്ള ഒരു ഫോർമുല യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഫോർമുലാസ് മാത്രം ഓർത്താൽ മതി. ഇപ്പോ ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാല് ഇവിടെ നിന്നാണ് നമ്മൾ ത്രോ ചെയ്തത് അല്ലെ, നേരെ തിരിച്ച് ഇവിടെ ഗ്രൗണ്ടിലെത്തി. ഈ ഗ്രൗണ്ടിൽ ഇങ്ങോട്ട് എത്രത്തോളം ദൂരമാണ് ഇത് കവർ ചെയ്തത്, എക്സ് ഡയറക്ഷനിൽ എത്ര ദൂരം കവർ ചെയ്തു എന്നുള്ളതിന്റെ പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അതിന്റെ ഫോർമുല ഇസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഈ 3 ഫോർമുലാസും പഠിച്ചു വെക്കാം. ഇക്വേഷൻ ഓഫ് പാത്തും പഠിക്കാം. ഇനി ചിലപ്പോ പ്രോബ്ലംസിൽ ചോദിക്കുന്ന മറ്റൊരു ടേം ആണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. നമ്മൾ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചുകൂടെ അല്ലെ. ആ മാക്സിമം ഹൈറ്റിൽ എത്താനായിട്ട് എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കും. മാക്സിമം ഹൈറ്റ് എപ്പോഴാണ് എത്തുന്നത്? ഇതാണ് കംപ്ലീറ്റ് പാരബോൾ അല്ലെ. അതിന്റെ ഒരു ഹാഫ് ആവുമ്പോഴാണ് മാക്സിമം ഹൈറ്റ് ആയത്. അപ്പൊ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതിയാണ് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 2u സൈൻ തീറ്റ ബൈ ജി. അപ്പൊ ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് എത്രയായിരിക്കും? u സൈൻ തീറ്റ ബൈ ജി. അതായത് ടോട്ടൽ ടൈമിനെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഓഫ് മാക്സിമം ഹൈറ്റ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട. നിങ്ങളിപ്പോ വെക്ടേഴ്സിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടി. റിസൾട്ടന്റ് ഓഫ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് മനസ്സിലായി. അതുപോലെ നമ്മൾ പൊസിഷൻ വെക്ടർ, വെലോസിറ്റി വെക്ടർ, ആക്സിലറേഷൻ വെക്ടർ പഠിച്ചു. പിന്നെ യൂണിഫോം സർക്കുലർ മോഷൻ പഠിച്ചു, പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റ്സ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ കേട്ടോ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.